ഹായോ, നമുക്കറിയാം അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൽ എല്ലാവർക്കും അറിയാവുന്ന കുറേയധികം കോമൺ ക്വാളിഫിക്കേഷൻ ഉണ്ട്. എന്നാൽ നമ്മൾ അറിയാതെ പോകുന്ന ചില യോഗ്യതകൾ, അതായത് ഇക്വലൻസി വരുന്ന കുറച്ച് പോസ്റ്റുകളുണ്ട്. അതായത് ഇക്വലൻസി ഉള്ള യോഗ്യത വെച്ച് അപേക്ഷിക്കാൻ പറ്റുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും ഈ ഒരു അറിവില്ലാത്തത് കൊണ്ട് മാത്രം പല ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാതെ പോകുന്നുണ്ട്. അതിന് രണ്ട് കാരണമുണ്ട്. പലപ്പോഴും നമ്മൾ ഇതിൽ കയറുമ്പോൾ നിങ്ങൾ ഇന്നെലിജിബിൾ ആണെന്ന് കാണിക്കും. അപ്പോൾ വൈ ഐ ആം ഇന്നെലിജിബിൾ കൊടുത്ത് കയറി നമുക്ക് ഈ ഒരു ഇക്വലൻസി ഒരു ഹയർ വെച്ച് അപ്ലൈ ചെയ്യാം എന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ അത് ചെയ്യാത്തത്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പലപ്പോഴും ഈ ടെക്നിക്കൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു എക്സാമിനേഷൻ ലക്ഷ്യമാക്കി തയ്യാറെടുക്കുന്നവരായിരിക്കും. ഈ ഒരു എക്സാമിനേഷന് വേണ്ടി ആയിരിക്കും ആദ്യമായിട്ട് ചിലപ്പോൾ നിങ്ങൾ PSCയെ പരിചയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു സംശയത്തിൽ നിന്നൊക്കെയാണ് പലരും ഇത് അപ്ലൈ ചെയ്യാതെ ഒഴിവാക്കി വിടുന്നത്. അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് ഏതൊക്കെ പേപ്പറും ഏതൊക്കെ സബ്ജക്റ്റുകളും ഏതൊക്കെ ഇക്വലൻസികളുമാണ് നമുക്കിവിടെ വേണ്ടത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഇതിന്റെ നോട്ടിഫിക്കേഷന്റെ വിശദ വിവരങ്ങൾ നോക്കാം. ഇതിന്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് ഇതിന്റെ സാലറി ആയിട്ട് വരുന്നത്, അടിസ്ഥാന സാലറി ആയിട്ട് വരുന്നത് 45,600 രൂപയാണ് ഒരു സ്റ്റാർട്ടിംഗ് പൊസിഷൻ നിങ്ങൾക്ക് കിട്ടുന്നത്. അതാണ്ട് ഒരു യൂണിഫോംഡ് ഫോഴ്സസിന്റെ എല്ലാം ഓഫീസർ ലെവലിൽ കിട്ടുന്ന സാലറി തന്നെ. ഇനിയും ഇതിന്റെ വേക്കൻസികൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നിലവിൽ ഒരു റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ പുതുതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസികൾ ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യും എന്നുള്ളതാണ്. അതായത് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞ ശേഷം വരുന്ന ആദ്യത്തെ റിക്രൂട്ട്മെന്റ് മുഴുവൻ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും നടക്കാൻ പോകുന്നത്. ഇനിയും ഇതിന് അപേക്ഷിക്കാനുള്ള പ്രായപരിധി ജനറൽ കാറ്റഗറിക്ക് 40 വയസ്സ് വരെയാണ്. അതായത് 21 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. ഇനിയും നിങ്ങൾക്ക് ഇതിന് അടിസ്ഥാനപരമായിട്ട് വേണ്ടുന്ന യോഗ്യത എന്ന് പറയുന്നത്, നിങ്ങൾ ഡിപ്ലോമ SSLC പാസ്സായ ശേഷം എടുത്തിരിക്കുന്ന 3 ഇയർ ഡിപ്ലോമയാണ് ഇതിന്റെ അടിസ്ഥാന യോഗ്യത. അത് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഇനിയും ഇത് കൂടാതെ രണ്ടാമത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ്, ഹെവി ലൈസൻസും നിങ്ങൾ വാലിഡ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ അത് വാലിഡ് ആയിട്ട് ഉണ്ടായിരിക്കണം. മാത്രമല്ല ആ വാലിഡ് ആയിട്ടുള്ള ലൈസൻസ് നിങ്ങൾ കേരള PSCയുടെ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തിരിക്കണം. ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ ഇന്നെലിജിബിൾ എന്ന് കാണിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അടിസ്ഥാന യോഗ്യതയാണ്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത്, ഇവിടെ പറയുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ ആർക്കൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റിൽ അല്ലാതെ അപേക്ഷിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അതിൽ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് നോക്കാൻ പോകുന്നത് പോളിടെക്നിക് ഡിപ്ലോമ തന്നെ. നിങ്ങൾ ലാറ്ററൽ എൻട്രി വഴി നിങ്ങൾ കയറുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 2 വർഷമേ ഉണ്ടാവത്തുള്ളൂ. അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അത് മെക്കാനിക്കൽ സ്ട്രീമിലുള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റും. ഒപ്പം തന്നെ നിങ്ങൾക്ക് മെക്കാനിക്കൽ കൂടാതെ ഓട്ടോമൊബൈൽ സ്ട്രീമിലുള്ളവർക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി പോളിടെക്നിക് ഡിപ്ലോമ തന്നെ മെക്കാനിക്കൽ സ്ട്രീമുമായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റും. ഇനിയും ടൂൾ ആൻഡ് ഡൈ എന്ന് പറയുന്ന ഒരു സ്ട്രീമിലാണ് നിങ്ങൾക്ക് മെക്കാനിക്കൽ ഡിപ്ലോമ ഉള്ളതെങ്കിലും, അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ BTech ഉള്ളതെങ്കിലും നിങ്ങൾക്കിത് അപേക്ഷിക്കാൻ പറ്റും. അടുത്തത് നിങ്ങൾക്ക് BVOC ഓട്ടോമൊബൈലാണ്. BVOC ഓട്ടോമൊബൈലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എനിക്ക് ഒരു യോഗ്യതയായിട്ട് കണക്കാക്കും. അപ്പം അവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. മനസ്സിലാക്കുക, ഞാൻ നിങ്ങളോട് പറഞ്ഞ എല്ലാ മേഖലയിലുള്ള BTechകാർക്കും ഇതിന്റെ ഹയർ വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനിയും അത് കൂടാതെ ഉള്ളത് AMI ആണ്. AMI മെക്കാനിക്കൽ സ്ട്രീമിൽ നിന്ന് നിങ്ങൾ യോഗ്യത നേടിയിട്ടുണ്ടെങ്കിൽ, AMIയുടെ മെക്കാനിക്കലോ അല്ലെങ്കിൽ ഓട്ടോമൊബൈലോ അതിന് തതുല്യമായിട്ടുള്ളതോ നിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ, ഇതിനെ നമ്മൾ BTechന് തതുല്യമായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ യോഗ്യതയുള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ പറഞ്ഞ പോസ്റ്റുകൾക്കൊക്കെ തതുല്യമായിട്ടുള്ള ഇക്വലൻസി നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ ആ ഇക്വലൻസി വെച്ചും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇക്വലൻസി ഓർ ഹയർ വെച്ചാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഇക്വലൻസി വാങ്ങി വെക്കുക. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് ഇക്വലൻസി നിങ്ങൾ എന്ത് ചെയ്യുക, PSCയുടെ മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രം മതിയാവും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ജോലിയിൽ അപേക്ഷിക്കാനുള്ള യോഗ്യതയായി. ഇനിയും നമുക്ക് ഇതിന്റെ ഒരു ഫിസിക്കൽ മെഷർമെന്റ്സിലേക്ക് പോകാം. ഇതൊരു യൂണിഫോംഡ് ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് 165 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. ഫീമെയിൽ ആണെങ്കിൽ അത് 182 ആയിട്ട് കുറയുന്നുണ്ട്. ചെസ്റ്റ് 81 സെന്റിമീറ്റേഴ്സ് ഉണ്ടായിരിക്കണം. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 5 സെന്റിമീറ്റർ വരെ ഉയരാൻ അല്ലെങ്കിൽ വലുതാക്കാൻ പറ്റിയിരിക്കണം. ഇനിയും കാഴ്ചയുടെ കാര്യമാണ്. 2 കണ്ണുകൾക്കും 6/6 വിഷൻ മസ്റ്റ് ആണ്. ഇനിയും നിയർ വിഷൻ ആണെങ്കിൽ 0.5 മസ്റ്റ് ആയിട്ടും 2 കണ്ണുകൾക്കും വേണം എന്നുള്ളതാണ്. കണ്ണാടി ഇല്ലാതെയുള്ള വിഷൻ തന്നെയാണ് ഇവിടെ പറയുന്നത്. അത് നിങ്ങൾ തീർച്ചയായിട്ടും ഫുൾഫില്ല് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്.
ഇനിയും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള തീയതി 30-ാം തീയതിയായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ നിലവിൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ലൈവ് ആണ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന്റെ അവസാന തീയതി എന്ന് പറഞ്ഞാൽ 1/7/2026. മറക്കണ്ട, 1/7/2026 വരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത്. അപ്പോൾ മറക്കാതെ നിങ്ങൾ ഈ യോഗ്യതയുള്ളവരൊക്കെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു തുടങ്ങുക വേണം. അപ്പോൾ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കരിയറിൽ വളരെയധികം ഉയർച്ച ഉണ്ടാക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ സൊസൈറ്റിയിൽ നിന്ന് വലിയ റെക്കഗ്നൈസേഷൻ കിട്ടുന്ന ഒരു പോസ്റ്റുമാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിനായിട്ടുള്ള കോഴ്സുകൾ ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. നമുക്ക് ഓൺലൈൻ ഓഫ്ലൈൻ കോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ കോഴ്സുകളെ പറ്റി അറിയുന്നതിനായിട്ട് താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കുറച്ച് നാളുകളായിട്ട് തന്നെ ഏണസ്റ്റ് അക്കാഡമിക്ക് മെക്കാനിക്കൽ സ്ട്രീമിലുള്ള ധാരാളം എക്സാമിനേഷനിൽ ഉന്നതമായ റാങ്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിലനിൽക്കുന്ന റാങ്ക് ലിസ്റ്റിൽ തന്നെ ധാരാളം ഉദ്യോഗാർത്ഥികൾ AMVയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏണസ്റ്റ് അക്കാഡമിയാണ്. അങ്ങനെ ഒരു വലിയ വിജയം നിങ്ങളും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.